ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്തെ 50 നെയ്ത്തുകാർക്ക്, അതിൽ ബഹുഭൂരിപക്ഷം സഹോദരിമാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ 50 പേർക്ക് കേരള ഗ്രാമീൺ ബാങ്ക് നൽകുന്ന വായ്പാ പദ്ധതിയുടെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ വായ്പ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹാദരവ് എന്നു പേരുള്ള ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനിയുടെ ചെയർമാൻ ശ്രീ കെ ബിജു, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള നബാർഡിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ രാജേഷ് എസ് എരിമൽ, കേരള ഗ്രാമീൺ ബാങ്കിന്റെ റീജിയണൽ മാനേജർ ശ്രീ സുബ്രഹ്മണ്യം പോറ്റിയം, തിരുവനന്തപുരം ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ശ്രീ എസ് ജയമോഹൻ, സിസയുടെ പ്രതിനിധിയായിട്ടെത്തിയിട്ടുള്ള ശ്രീ കെ ജി സതീഷ്, കേരള ഗ്രാമീൺ ബാങ്കിന്റെ ബാലരാമപുരം ബ്രാഞ്ച് മാനേജർ ശ്രീ എ ആർ പത്മകുമാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, ബാലരാമപുരം യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഇ എം ബഷീർ അവർകൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ എ എം സുധീർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ട്രഷറർ ശ്രീ രാമപുരം മുരളി, ബാലരാമപുരം എൽഡേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ് ശ്രീ എം ആർ അനിൽകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ വിശാഖ് വി എസ്, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ വിജേഷ് കുമാർ, മറ്റ് ഡയറക്ടർമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് അതിൽ സംബന്ധിക്കാൻ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ച് 3 വർഷം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനിയായിട്ടുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഈ കമ്പനിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയത് ഞാൻ സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ്. അന്ന് ആ പരിപാടി കഴിഞ്ഞപ്പോ ബഹുമാനിയായിട്ടുള്ള ധനകാര്യമന്ത്രി തന്നെ സൂചിപ്പിച്ചത് ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ആദ്യത്തെ നെയ്ത്തുകാർ ഓഹരി ഉടമകളായിട്ടുള്ള ഒരു കൈത്തറി ഉൽപാദക കമ്പനിയാണ് ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനി എന്നുള്ളതാണ്. വലിയൊരു പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടുത്തെ നെയ്ത്തുകാരുടെ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. കാരണം ബാലരാമപുരം എന്നുള്ള പേര് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് കേരളത്തിന്റെ കൈത്തറിയുടെ മുഖമുദ്രയായിട്ടാണ്. ഒരുപക്ഷെ തിരുവിതാംകൂർ രാജാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വസ്ത്രങ്ങൾ നെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയ കുടുംബങ്ങൾ, അവരുടെ തുടർന്നു വന്ന തലമുറക്കാർ, അങ്ങനെയുള്ള ഒരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് നമ്മളെല്ലാവരും. അതേസമയത്ത് സമകാലിക യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. എല്ലായ്പ്പോഴും ബാലരാമപുരത്തെ നെയ്ത്തുകാർ നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിപണിയുടെ ആവശ്യമനുസരിച്ചുകൊണ്ട് ഉൽപാദനം വർഷം മുഴുവൻ നടക്കുകയും വർഷത്തിൽ ഏതെങ്കിലും സമയത്ത് മാത്രം ഏറ്റവും കൂടുതൽ വിപണിയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ആ സമയത്ത് വിറ്റഴിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വർഷം മുഴുവൻ വരുമാനം എന്നുള്ളത് ക്രമമായി കിട്ടുന്നതിന് പകരം
വർഷത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ മാത്രം അതിന്റെ പണം കിട്ടുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള നെയ്ത്തുകാരുടെ സമൂഹത്തെ പിന്തുണയ്ക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കുകയും അവരുടെ വസ്തുക്കൾ വാങ്ങാൻ കമ്പനി തന്നെ ഒരു സംവിധാനം, അംഗങ്ങളുടെ, ഓഹരി ഉടമകളുടെ തന്നെ ഒരു ഉടമസ്ഥതയിലുള്ള കമ്പനി തന്നെ അത് വാങ്ങുകയും നെയ്ത്തുകാർക്ക് തുച്ഛമായിട്ടുള്ള വില നൽകുകയും ഉപഭോക്താവിന് നൽകുന്ന വിലയുടെ ലാഭം അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം അത് വിൽക്കുന്ന ആളുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിന് പകരം നെയ്ത്തുകാർക്ക് തന്നെ കൂടുതൽ കൂലി കിട്ടുകയും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുകയും അതേസമയത്ത് ഉപഭോക്താവിന് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. ഇത് എല്ലാവരെയും സഹായിക്കുന്നതാണ്. നെയ്ത്തുകാർക്ക് ഒരു പിന്തുണ, ഒരു കൈത്താങ്ങായിട്ട് മാറണം. അതേസമയത്ത് ഇത് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അവർക്കും ഏറ്റവും ഗുണമേന്മയുള്ള വസ്തുക്കൾ അത് കിട്ടുക. ബാലരാമപുരത്ത് വന്നു കഴിഞ്ഞാൽ അത് ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനിയുടെ ഷോറൂമിലാണ് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും നല്ല വസ്തു കിട്ടുക എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം നമുക്ക് ആർജിക്കാൻ കഴിയണം. അതിനർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും കിട്ടുന്ന വരുമാനത്തിൽ കുറവ് വരണം എന്നല്ല. വരുമാനം മറ്റുള്ളവരെല്ലാവരും നൽകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടണം. മറ്റേത് കടയില് മറ്റേത് കച്ചവടക്കാരൻ വന്ന് വാങ്ങിയാലും അവർക്ക് തരാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് ലഭിക്കണം. അതേസമയത്ത് നമ്മുടെ തന്നെ കമ്പനി, നമ്മൾ തന്നെ വിറ്റഴിക്കുന്ന ഷോറൂം, ആ ഷോറൂമിൽ ഏറ്റവും വില കുറച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വസ്തു നൽകുക. ഈ കാര്യത്തിൽ ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനിക്ക് ഏറ്റവും വലിയ പിന്തുണയുമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ബാങ്കുകളുടെ പ്രതിനിധികളാണ് വേദിയിലുള്ളത്. അത് നബാർഡാണെങ്കിലും ഗ്രാമീൺ ബാങ്ക് ആണെങ്കിലും നമ്മുടെ ലീഡ് ബാങ്ക് ആണെങ്കിലും. ഈ 3 ബാങ്കിംഗ് സ്ഥാപനങ്ങളും അവരുടെ പിന്തുണ കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ 50 പേർക്ക് 5 പേർ വീതമുള്ള ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളിലുള്ള അംഗങ്ങളായിട്ടുള്ള 50 പേർക്ക് വായ്പ ലഭിച്ചു. ഞാൻ നിങ്ങളെ ബാങ്കിനോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് 50 പേർക്ക് കൂടി പുതുതായിട്ട് കിട്ടുന്നത് നേരത്തെ കിട്ടിയിട്ടുള്ള 50 പേർ കൃത്യമായിട്ട് തിരിച്ചടച്ചതുകൊണ്ടാണ്. ആ കാര്യത്തിൽ നിങ്ങളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടച്ചപ്പോ ബാങ്കുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമായി ഇവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ, വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ബാങ്കിന്റെ ഉദ്യോഗസ്ഥൻ ജയിലിലാവുന്ന സ്ഥിതി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് കേസ് വരും. പക്ഷെ ഇവരുടെ കാര്യം പ്രശ്നത്തിലാവും. ഇവര് കൊടുക്കുന്ന വായ്പ തിരിച്ചടവ് കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ഇവര് ബോധപൂർവം വീഴ്ച വരുത്തി എന്നുള്ളതാണ് ബാങ്കിന്റെ മാനേജ്മെന്റ് ഇവർക്കെതിരായിട്ട് എടുക്കാൻ പോകുന്ന നിലപാട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ശമ്പളം പിടിച്ചു വെക്കും, ഇവര് നാളെ പെൻഷൻ കിട്ടുന്ന സ്ഥിതി ഇല്ലാതാവും. അതുകൊണ്ട് പല മാനേജർമാരും അവര് വായ്പ കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കും, 2 അല്ല 4 പ്രാവശ്യം ആലോചിക്കും. ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പണി അവതാളത്തിലാവുമോ? അപ്പൊ എന്റെ പണി അവതാളത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ബാങ്ക് മാനേജർ നിലപാടെടുത്തു എന്നിരിക്കട്ടെ, അത് ബാങ്ക് മാനേജറുടെ കുഴപ്പമല്ല, നമ്മൾ തിരിച്ചടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള 50 പേർക്ക് കിട്ടിയ വായ്പ
നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി 3000 രൂപ വീതം നിങ്ങൾ തിരിച്ചടച്ചു എന്നുള്ളതിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരു പ്രത്യേക അഭിനന്ദനം. അങ്ങനെ നിങ്ങൾ അടച്ചതുകൊണ്ട് 50 പേർക്ക് കൂടി കിട്ടി. ഞാൻ മനസ്സിലാക്കുന്നത് നബാർഡും ഇതേപോലെയുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ്. കാരണം ബാലരാമപുരത്തെ നെയ്ത്തുകാർ അവർക്ക് കിട്ടുന്ന വായ്പ, ആ വായ്പ കൃത്യമായിട്ട് തിരിച്ചടക്കുന്നവരാണ് എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് നബാർഡും ആ കാര്യം ആലോചിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നബാർഡ് കൂടുതൽ വലിയൊരു വായ്പയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്, കൂടുതൽ ആളുകൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള വായ്പ. അപ്പൊ ആ തരത്തിൽ നമ്മുടെ പരിശ്രമം കൊണ്ടാണ് നമ്മൾ പുരോഗതിയിലേക്ക് നീങ്ങുന്നത്, നമ്മൾ വളർച്ചയിലേക്ക് നീങ്ങുന്നത്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്നത്. ഇപ്പൊ നമുക്കൊക്കെ 1 ലക്ഷം രൂപ വീതമാണ് കിട്ടുന്നത്. നമ്മൾ ആ 1 ലക്ഷം കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായല്ലോ, ഞങ്ങള് തരുന്ന വായ്പ കൃത്യമായിട്ട് അടയ്ക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 1 ലക്ഷം എന്നുള്ളത് ഇനിയും കൂട്ടി കൂടുതൽ തുക നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വിശ്വസിക്കാം ഞങ്ങളെ. ഈ ഒരു പരസ്പര വിശ്വാസം ബാങ്കുകളെ ഉപഭോക്താക്കളും വായ്പ എടുക്കുന്നവരും വായ്പ എടുക്കുന്ന ആളുകളെ ബാങ്കിനും വിശ്വസിക്കാൻ കഴിയുന്ന ബന്ധം, അങ്ങനെ ഒരു ബന്ധം ഇതിലൂടെ വളർന്നു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഒരു പദ്ധതി ലഖ്പതി ദീദി എന്നുള്ള പദ്ധതിയായിരുന്നു. അതായത് നമ്മുടെ സഹോദരിമാർ ലക്ഷാധിപതികളാവുക. സഹോദരിമാർക്ക് അവരുടെ കയ്യിൽ പണം എത്തിക്കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിന് കിട്ടുന്ന പണമാണ്. ഞാൻ പുരുഷന്മാരോട് ഞാൻ വിരോധമൊന്നുമില്ല, പക്ഷെ പുരുഷന്മാരുടെ കയ്യിൽ പണം കിട്ടിയാൽ ആ മുഴുവൻ പണം കുടുംബത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. കാരണം പുരുഷന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചില്ലറ അവിടെയൊക്കെ വഴിച്ചെലവിലൊക്കെ കുറക്കെ പോകും. സ്ത്രീകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പണം മുഴുവൻ കുടുംബത്തിന് വേണ്ടിയിട്ട് കിട്ടും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ലഖ്പതി ദീദി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, വീട്ടമ്മമാർ, കുടുംബനാഥ ലക്ഷാധിപതികളാകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കാൻ നമ്മുടെ വിവിധ സ്വാശ്രയ സംഘങ്ങൾ, ഒരർത്ഥത്തിൽ ഈ 5 പേരുള്ള ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് അതേ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സ്ത്രീകളുടെ ജീവിത നിലവാരം, സ്ത്രീകൾ വികസനത്തിന്റെ, സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നാണ് ഇത്രയും കാലം പറഞ്ഞിരുന്നത്. പക്ഷെ പ്രധാനമന്ത്രി പറയുന്നത് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം, സ്ത്രീകൾ വികസനത്തിന് നേതൃത്വം നൽകാൻ തുടങ്ങിയാൽ സമൂഹം വികസിക്കും, സമൂഹം പുരോഗതി പ്രാപിക്കും. അതുകൊണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കുകയല്ല, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പുരോഗതി അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളാണ് വേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഓരോ സന്ദർഭത്തിലും പറയാറ്. ഇന്ന് ബാങ്കുകൾ നൽകുന്ന, കേരള ഗ്രാമീൺ ബാങ്ക് നൽകുന്ന ഈ വായ്പ അതേ ആശയത്തെ പിൻപറ്റിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇന്ന് 50 പേർക്ക് കൂടി ഈ വായ്പയുടെ ആനുകൂല്യം ലഭിക്കാൻ പോവുകയാണ്. ഇതുവരെ കിട്ടിയിട്ടുള്ള 50 പേർക്ക് കിട്ടിയിട്ടുള്ള വായ്പ തിരിച്ചടച്ചതുപോലെ തന്നെ പുതിയതായിട്ട് വായ്പ കിട്ടുന്ന 50 പേര് കൂടി തിരിച്ചടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോ ആദ്യത്തെ 50 പേര് ഒരു അബദ്ധം കൊണ്ട് പറ്റിപ്പോയതാ എല്ലാവരും തിരിച്ചടച്ചത് എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകരുത്. ബാലരാമപുരത്തെ നെയ്ത്തുകാരുടെ സംസ്കാരമാണത്. ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് വായ്പ തരുന്നവരെ ഞങ്ങൾ ചതിക്കില്ല, ഞങ്ങൾ തിരിച്ചടക്കും. അങ്ങനെ ഞങ്ങളെ വിശ്വസിക്കാം എന്നുള്ള വലിയൊരു സന്ദേശം, ആ സന്ദേശം നൽകാൻ നമുക്ക് ഈ പദ്ധതിയുടെ പ്രാവർത്തികമാക്കുന്നതിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ലീഡ് ബാങ്കിന്റെയും അതോടൊപ്പം ഗ്രാമീൺ ബാങ്കിന്റെയും നബാർഡിന്റെയും ഒക്കെ പ്രതിനിധികളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം.